തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. കിള്ളിമംഗലം ക്വാറി വിഷയം പ്രതികരണവുമായി CPI ലോക്കൽ കമ്മിറ്റി. പ്രിയ നാട്ടുകാരെ, കിള്ളിമംഗലം കുളമ്പ് മേഖലയിൽ ഒട്ടനവധി കോറികൾ പ്രവർത്തിക്കുന്നൊരു മേഖലയാണ്. അവിടെ പുതുതായി വീണ്ടും ഒരു കോറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി കിള്ളിമംഗലം പയങ്കുളം വില്ലേജുകളുടെ അതിർത്തിയിൽ പയങ്കുളം വില്ലേജിൽ സലീം എന്ന് പറഞ്ഞൊരു വ്യക്തി പെർമിറ്റിന് വേണ്ടി അതല്ലെങ്കിൽ കോറി തുടങ്ങുന്നതിനാവശ്യമായ ലൈസൻസിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിനെ സമീപിക്കുകയും ജനങ്ങളുടെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ആ മേഖലയിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നിഷേധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഈ വ്യക്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും ഒരു ഇടക്കാല ഉത്തരവ് 2 മാസത്തിനകം ഗ്രാമപഞ്ചായത്ത് D&O ലൈസൻസ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിന്നും ഉത്തരവ് വന്നിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും ഭയാശങ്ക ഇല്ലാതെ സ്വൈരമായൊരു ജീവിതം നയിക്കുന്നതിന് പ്രദേശവാസികൾക്ക്, കുളമ്പ് മേഖലയിലുള്ള പ്രദേശവാസികൾക്ക് സാധിക്കണം എന്നുള്ളത്, സ്വസ്ഥമായി വീടുകളിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ മുൻ വർഷങ്ങളിൽ അവിടെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ക്ഷേത്രത്തിന് വരെ കേടുപാടുകൾ സംഭവിക്കുകയും അടുത്തുള്ള വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയെല്ലാം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭം ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ളതും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ അതിൽ ഇടപെട്ടിട്ടുള്ളതുമാണ്. അത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യമായ പഠനം നടത്താതെ അതല്ലെങ്കിൽ അതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ അവിടെ ജനങ്ങളുടെ സ്വൈരവിഹാരം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ തുടർച്ചയായി വീണ്ടും കോറികൾ ആരംഭിക്കുക എന്നുള്ളത് അവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന നീതി നിഷേധമാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIയുടെ പൊതുനിലപാട്. അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാവ് KK ദിവാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രക്ഷോഭത്തിനെല്ലാം മുൻനിരയിൽ നിന്നിട്ടുള്ളതാണ്. കോടതി വിധി എന്തു തന്നെയായാലും അവിടെ ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തി എന്നുള്ളതുകൊണ്ട് ജനങ്ങൾക്കൊപ്പം, ആ പ്രദേശത്തെ ജനങ്ങൾക്കൊപ്പം ഏത് വലിയ പ്രക്ഷോഭത്തിനും നേതൃനിരയിലും അവർക്കൊപ്പവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകും, CPI ഉണ്ടാകും. അതുപോലെ ഇവിടുത്തെ മറ്റ് കക്ഷികളും കൂടി, മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ഒന്നായി നിന്നുകൊണ്ട് വലിയ ഒരു ജനകീയ മുന്നേറ്റം ഇതിനെതിരായി ജനങ്ങളുടെ വികാരം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ പ്രവർത്തനം, ഈ കോറിയുടെ പ്രവർത്തനം അവിടെ തടയാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് എല്ലാ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിക്കുകയും അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയും ഉണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി മറ്റൊരു പ്രദേശത്തെയോ അല്ലെങ്കിൽ മറ്റൊരു കക്ഷികളുടെയോ നിലപാടുകൾ നോക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തമായ രീതിയിലുള്ള സമരപരിപാടികളും ഈ വിഷയത്തിൽ ആവശ്യമെങ്കിൽ നടത്തുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ്.